നമസ്കാരം. പറഞ്ഞു കേട്ടതിലും രൂക്ഷമാണ് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് ഇന്നലെ സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിൽ പറയുന്നു. സാമ്പത്തിക സ്ഥിതിയിലും വികസനത്തിലും കേരളം അനുദിനം കൂപ്പുകുത്തുകയാണ്. ഇടതു സർക്കാർ കൊണ്ടുവന്ന കിഫ്ബി സംവിധാനം ബാധ്യതയായി മാറി. കടബാധ്യത പെരുകി. വരുമാനത്തിന്റെ അഞ്ചിലൊന്നും പലിശയ്ക്കാണ് ചെലവാക്കുന്നത്. പലിശ ചെലവ് കൂടി കിഫ്ബി ബാധ്യത പൊതുമേഖലാ നഷ്ടം 78,851 കോടി. തൊഴിലില്ലായ്മ നിരക്ക് 20.7%. സർക്കാർ ജീവനക്കാർക്കും കരാറുകാർക്കും ഉൾപ്പെടെ കൊടുക്കാനുള്ളത് 48,733 കോടി രൂപ. പ്രതിസന്ധി പരിഹരിക്കാൻ ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കലാക്കാനും പെൻഷൻ പ്രായം കൂട്ടാനും ധവളപത്രത്തിൽ ശുപാർശ ചെയ്തു. ശമ്പള പെൻഷൻ ചെലവുകൾ നിയന്ത്രിക്കുന്നതിന് പകരം വികസന ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്ന കുറുക്കുവഴിയാണ് കഴിഞ്ഞ സർക്കാർ ചെയ്തത്. ഇത് സംസ്ഥാനത്തെ തകർത്തു. DA കൊടുക്കാതെ മാറ്റിവെക്കലാണ് ചെലവ് ചുരുക്കാൻ സ്വീകരിച്ച മാർഗം. ഇതുൾപ്പെടെയുള്ള കുടിശ്ശികയാണ് പെരുകി 48,733 കോടിയിലെത്തിയത്. സംസ്ഥാനം ഒരു വർഷം മൊത്തം എടുക്കുന്ന വായ്പയിലും കൂടുതലാണിത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം 78,851 കോടിയായി. തൊഴിലില്ലായ്മ നിരക്ക് 20.7%-ലെത്തി. ദേശീയ ശരാശരി 4.5% മാത്രമാണ്. ചെലവ് ചുരുക്കിയതുകൊണ്ട് കാര്യമില്ല. വരുമാനത്തിന് പുതിയ മാർഗങ്ങൾ തേടണം. കൺസോളിഡേറ്റഡ് ഫണ്ട് രൂപീകരിച്ച് ബാധ്യതകൾ തീർക്കാൻ നിർദ്ദേശമുണ്ട്. ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കലാക്കണം. കടം 5.7 ലക്ഷം കോടി. വരുമാനം ഇടിഞ്ഞു. പെൻഷൻ പ്രായം കൂട്ടിയാൽ 6,000 കോടി ലാഭിക്കാം. അതായത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാരുടെ വിരമിക്കൽ പ്രായമേ അത് 56-ൽ നിന്ന് ഉയർത്തിയാൽ 6,000 കോടി ലാഭിക്കാമെന്നാണ് പറയുന്നത്. പങ്കാളിത്ത പെൻഷൻകാർക്ക് 60 വിരമിക്കൽ പ്രായം. നിലവിൽ സംസ്ഥാന ചെലവിന്റെ 3/4 പങ്കും ചെലവാക്കുന്നത് ശമ്പളവും പെൻഷനും കൊടുക്കാനാണ്. ക്ഷേമ പെൻഷൻ വിതരണം ഷെഡ്യൂൾഡ് ബാങ്ക് വഴി നേരിട്ട് മാത്രമാക്കണം. മിക്കയിടത്തും സഹകരണ ബാങ്കുകളിൽ നിന്ന് നേരിട്ട് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് മാറ്റണം. GST വിപുലീകരിക്കണം. KICB, വാട്ടർ അതോറിറ്റി, KSRTC ഇതൊക്കെ മെച്ചപ്പെടുത്താൻ പ്രത്യേക പഠനം നടത്തണം. KDISC, KRAയിൽ പ്രയോജനം വിലയിരുത്തണം. ആസൂത്രണ ബോർഡിനെ പുനഃക്രമീകരിക്കണം. സെക്രട്ടേറിയറ്റിൽ ഫയൽ ടൈം മാനേജ്മെന്റ് സംവിധാനം കൊണ്ടുവരണം. കൺസൾട്ടൻസി ഇടപാട് പരിശോധിക്കണം. കേന്ദ്രവുമായി നല്ല ബന്ധം പുനഃസ്ഥാപിക്കണം. ഇതൊക്കെയാണ് പുതിയ നിർദ്ദേശം ധവളപത്രത്തിൽ പറയുന്നത്. മുൻ സർക്കാരിന്റെ നേർക്ക് പിടിച്ച കണ്ണാടിയാണ് ധവളപത്രം. അത് നമുക്ക് മനസ്സിലാക്കാം. കെടുകാര്യസ്ഥതയെ ക്ലീഷയായി കമ്മ്യൂണിസ്റ്റ് പ്രയോഗങ്ങൾ കൊണ്ട് ന്യായീകരിക്കുകയായിരുന്നുവെന്ന് ഇതിൽ കൂടി തെളിഞ്ഞു. അതുപോലെ സർക്കാർ ജീവനക്കാർക്ക് ഇങ്ങനെ വാരിക്കൂരി ശമ്പളവും പെൻഷനും നൽകുന്നത് പുനഃപരിശോധിക്കണം. ധവളപത്രത്തിൽ തന്നെ പറയുന്നു, വരുമാനത്തിന്റെ 3/4 ഭാഗവും ശമ്പളവും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങൾക്കുമായി ചെലവാക്കുകയാണ്. അത് കുറയ്ക്കാൻ നടപടി വേണം. ഇത്രയൊക്കെ വാരിക്കൂരി കൊടുത്തിട്ടും കൈക്കൂലിക്ക് വല്ല കുറവുമുണ്ടോ? നാൾക്ക് നാൾ കൂടി വരികയല്ലേ. പെൻഷനും ഏകീകരിക്കണം. മിനിമം പെൻഷൻ മാത്രം കൊടുക്കണം. അതാണ് വേണ്ടത്.